നമസ്കാരം. പോലീസ് ബീറ്റിലേക്ക് സ്വാഗതം. കേരളവും വാർത്താമാധ്യമങ്ങളും ചർച്ച ചെയ്ത നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ ഒരാഴ്ചയാണ് കടന്നുപോയത്. ഓടുന്ന ട്രെയിനിൽ നിന്ന് ടിടിയെ മദ്യലഹരിയിൽ പുറത്തേക്ക് തള്ളിയിട്ട് കൊന്ന ഇതര സംസ്ഥാനക്കാരൻ്റെ ക്രൂരതയും, അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 3 മലയാളികളുടെ വാർത്തയും നമ്മൾ ഈ ആഴ്ചയാണ് ശ്രവിച്ചത്. മൂവാറ്റുപുഴയിൽ ആശുപത്രിക്കുള്ളിൽ വെച്ച് സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്തയും, തൃശ്ശൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ 2 പേരെ കുത്തിക്കൊന്നതും ഈ ദിവസങ്ങളിൽ തന്നെയാണ്. സാക്ഷര സമ്പന്നരെന്നും പ്രബുദ്ധരെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികൾക്ക് ക്രൂര കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും വാർത്ത ഇപ്പോൾ സ്ഥിരം പല്ലവിയായി മാറുകയാണ്. ഇനി ഒരിക്കലും ഉണ്ടാവരുതേ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഇത്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത കൊലപാതകങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും വാർത്തകൾക്കൊപ്പം പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വ്യക്തികളുടെ പ്രതികരണങ്ങളും വിശദാംശങ്ങളും പരിശോധിക്കാം. തൃശൂർ വളപ്പായയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ടിടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. എറണാകുളം മഞ്ഞുമ്മൽ സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത്. ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം പാട്ന എക്സ്പ്രസ്സിലായിരുന്നു ദാരുണ സംഭവം. സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റില്ലാതെ മദ്യപിച്ച് ലക്കുകെട്ട നിലയിലാണ് രജനീകാന്ത യാത്ര ചെയ്തിരുന്നത്. ടിക്കറ്റില്ലാത്തത് ചോദ്യം ചെയ്തതോടെ ടിടി വിനോദുമായി രജനീകാന്ത തർക്കത്തിലായി. ഇതിനിടെ പ്രകോപിതനായ രജനീകാന്ത വിനോദിനെ തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. തൊട്ടടുത്ത ട്രാക്കിലേക്ക് തെറിച്ചു വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ നിന്നും വന്നിരുന്ന തീവണ്ടി കയറിയിറങ്ങിയെന്നാണ് നിഗമനം. വിനോദിന്റെ മൃതദേഹം കഷ്ണങ്ങളായ നിലയിലായിരുന്നു. കോച്ചിലുണ്ടായിരുന്ന സഹപ്രവർത്തകരും യാത്രക്കാരുമാണ് പ്രതിയെ തടഞ്ഞുവെച്ച ശേഷം വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് തീവണ്ടി പാലക്കാടെത്തിയപ്പോൾ RPF സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ രജനീകാന്തനെ പാലക്കാട് നിന്നും തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. കൊല്ലപ്പെട്ട വിനോദ് പുലിമുരുകൻ, ജോസഫ് തുടങ്ങി 10-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടിടി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. മരണകാരണം തലയ്ക്കേറ്റ ക്ഷതമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2 കാലുകളും അറ്റുപോയ നിലയിലുള്ള മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് 9 ആഴത്തിലുള്ള മുറിവുകളെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് വിനോദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. മരണകാരണം തലയ്ക്കേറ്റ ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 കാലുകളും വേർപെട്ട നിലയിലായതിനാൽ എതിർദിശയിൽ നിന്നും വന്ന മറ്റൊരു തീവണ്ടി വിനോദിന്റെ ദേഹത്ത് കയറിയെന്നാണ് നിഗമനം. ദേഹത്ത് ആഴത്തിലുള്ള 9 മുറിവുകളുള്ളതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. എറണാകുളം പാട്ന എക്സ്പ്രസിൽ ഒഡീഷ സ്വദേശി രജനീകാന്തയോട് ടിടി വിനോദ് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. രജനീകാന്ത മനഃപൂർവ്വം വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പ്രതി പിന്നിൽ നിന്ന് 2 കൈയും കൊണ്ട് തള്ളിയിടുകയായിരുന്നു. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് പ്രതി വിനോദിനെ തള്ളിയിട്ടതെന്നും FIR-ൽ പറയുന്നു. അതേസമയം കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്ന രജനീകാന്തയെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോൾ രാവിലെ. അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് തന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് അവന് ഇന്നലെ തന്നെ ഒരു 11 മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ്. പിന്നെ വൈകിട്ട് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. 2 മാസം മുൻപാണ് ഇയാൾ ഇവിടെ ജോലിക്ക് എത്തിയത്. രജനീകാന്തയെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മലയാളികളായ 3 പേരെ അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദമ്പതികളായ നവീനും ദേവിയും വട്ടിയൂർക്കാവിൽ നിന്ന് കാണാതായ അധ്യാപിക ആര്യയുമാണ് മരിച്ചത്. ഇറ്റാനഗറിലെ ഹോട്ടലിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് 3 മലയാളികളെ ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ, മൂന്നാമൂട് സ്വദേശി ദേവി, ഭർത്താവ് നവീൻ എന്നിവരാണ് മരിച്ചത്. മൂവരും ശരീരത്തിൽ വ്യത്യസ്തമായ മുറിവുകളുണ്ടാക്കിയെന്നാണ് വിവരം.
മുറിവുകളിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത്. മാർച്ച് 27-നാണ് സ്വകാര്യ സ്കൂൾ അധ്യാപികയായിരുന്ന ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത്. ആര്യയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിച്ചു. സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിരുന്നു. ആര്യയെ കാണാതായ വിവരം അയൽക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. ആര്യയുടെ വിവാഹം അടുത്ത മാസമാണ് നടക്കാനിരുന്നത്. മരിച്ച പൊമ്പറന്ന് പെണ്ണ് എന്ന് പറഞ്ഞത് ടീച്ചറാണ്, ഈ ഫാനിൻ്റെ ടീച്ചറാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. മുമ്പ് ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്നാണ് പറയണത്, കുറച്ച് നാളത്തേക്ക് മുമ്പേ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതാണ് ഇത് ശരി സെറ്റിൽ ഇതൊക്കെ വന്നപ്പോൾ അടുത്ത മാസം കല്യാണമാണ് വിളിച്ചു തുടങ്ങി. നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. അതിനാൽ ബന്ധുക്കൾ അന്വേഷിച്ചിരുന്നില്ല. എന്നാൽ ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ഇവരും ഒപ്പം പോയതാണെന്ന് മനസ്സിലായത്. ആര്യ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ദേവിയും മുൻപ് ജോലി ചെയ്തിരുന്നു. ഇവർ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. മരിച്ച ദേവിക്ക് 16 വർഷമായി കുട്ടികളില്ലാതിരുന്നതിനാൽ കുട്ടികളുണ്ടാവാൻ ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിലുള്ള വിഷം നിമിത്തം ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അരുണാചൽ പ്രദേശിലെത്തി ദുർമന്ത്രവാദം എന്തെങ്കിലും ചെയ്ത് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇറ്റാനഗർ പോലീസാണ് മരണവിവരം ബന്ധുക്കളെയും കേരള പോലീസിനെയും അറിയിച്ചത്. മരിച്ചവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇറ്റാനഗർ പോലീസ് ആളുകളെ തിരിച്ചറിഞ്ഞത്. അരുണാചലിലെ മലയാളികളുടെ മരണം അന്വേഷിക്കാൻ കേരളത്തിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തിരുവനന്തപുരം കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച ആര്യ സുഹൃത്തുക്കൾക്ക് 3 വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ പിടിവള്ളി. ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളികൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നത് വ്യാജ ഇമെയിൽ ID-യിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി. ആര്യ തന്റെ സുഹൃത്തുക്കൾക്ക് 3 വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ പിടിവള്ളി. ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ സന്ദേശം ലഭിച്ച സുഹൃത്തുക്കൾ ഇത് പോലീസിന് കൈമാറി. സംഭവത്തിൽ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ദേവിയുടെയും ആര്യയുടെയും സഹപ്രവർത്തകരായിരുന്നവരുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കും. അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള ഇമെയിൽ ചാറ്റുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കും. ഇമെയിലിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും ഉണ്ടാകും. ബ്ലാക്ക് മാജിക്കാണ് മരണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആലപ്പുഴ നെടുമുടിയിലെ റിസോർട്ടിൽ അസം സ്വദേശിയായ ശുചീകരണ തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശി സാഹ അലിയെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അസം സ്വദേശി ഹസീറ ഖത്തൂണാണ് നെടുമുടി വൈശ്യം ഭാഗത്തെ റിസോർട്ടിൽ കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം മുങ്ങിയ ഇവരുടെ സുഹൃത്തായ പ്രതിക്കായി നെടുമുടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ രാത്രിയാണ് ഇയാൾ പിടിയിലായത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ റിസോർട്ട് ഉടമയുടെ അച്ഛനാണ് ഹസീറ താമസിക്കുന്ന മുറിയുടെ പുറത്ത് മൃതദേഹം ആദ്യം കണ്ടത്. പർദ്ദ ധരിച്ച മൃതദേഹത്തിന്റെ കഴുത്തിൽ തോർത്ത് ചുറ്റിയിരുന്നു. തോർത്ത് വലിച്ചു മുറുക്കിയതിന്റെ പാടുകളുമുണ്ടായിരുന്നു. 2 കാതിലും കാലുകളിലും മുറിവുമുണ്ട്. കമ്മൽ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. വസ്ത്രങ്ങൾ 2 സഞ്ചികളിലായി നിറച്ചു വെച്ചിരുന്നു. 4 മാസമായി ഇവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഭർത്താവും മകനുമാണെന്ന് പരിചയപ്പെടുത്തിയ 2 പേർ ഹസീറയെ കാണാൻ വരാറുണ്ട്. ഇവരെ പോലീസ് ഫോണിൽ വിളിച്ചപ്പോൾ സ്ത്രീയുമായി ബന്ധമില്ലെന്ന മറുപടിയാണ് കിട്ടിയതെന്ന് റിസോർട്ട് അധികൃതർ വ്യക്തമാക്കി. ഹസീറയ്ക്ക് മറ്റൊരാളുമായും ബന്ധമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഈ വിവരമാണ് സാഹ അലിയിലേക്ക് അന്വേഷണമെത്താൻ ഇടയായത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു. നിരപ്പ് സ്വദേശി സിംന സക്കീറാണ് കൊല്ലപ്പെട്ടത്. പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയെ പോലീസ് പിടികൂടി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ദാരുണ സംഭവമുണ്ടായത്. മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശി സിംന ഷക്കീറാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട പ്രതി പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ വാർഡ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. സിംനയും ഷാഹുലും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. സിംനയുടെ പിതാവ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.
ഇദ്ദേഹത്തെ കാണാൻ എത്തിയ വേളയിലാണ് കൊലപാതകം. ഈ സമയത്ത് ഇവിടെ എത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച സിംനയുടെ കഴുത്തിലും പുറത്തും കുത്തുകയായിരുന്നു. എന്തിന്റെ പേരിലാണ് ആക്രമണമുണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇരുവരും വിവാഹിതരാണ്. നേരത്തെ അയൽവാസികളായിരുന്നു ഇരുവരും. ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. പിന്നാലെ എത്തിയ പോലീസ് ഇയാളെ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിലിട്ടാണ് പിടികൂടിയത്. പ്രതി മുൻപ് മദ്യപിച്ച് വീട്ടിലെത്തിയും ബഹളമുണ്ടാക്കിയിട്ടുണ്ടെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നതായും കൊല്ലപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. പരാതി നൽകിയെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും പരാതിപ്പെട്ടതിലുള്ള പ്രകോപനമാകാം കൊലപാതകത്തിന് കാരണമെന്നും ബന്ധുക്കൾ പറയുന്നു. തൃശൂർ മൂർക്കനാട് ക്ഷേത്രോത്സവത്തിനിടെ 2 പേരെ കുത്തിക്കൊന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 6 പേരെ പോലീസ് പിടികൂടി. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായവരാണ് പിടിയിലായത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് പിന്നാലെ ആലുംപറമ്പിൽ വെച്ചായിരുന്നു സംഭവം. 2 സംഘങ്ങളായി തിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടയിലാണ് കത്തികൊണ്ടുള്ള ആക്രമണം. അരിമ്പൂർ വെളുത്തൂർ സ്വദേശി 21 വയസ്സുകാരൻ അക്ഷയ്, ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവരാണ് മരിച്ചത്. അക്ഷയ്ക്ക് നെഞ്ചിനോട് ചേർന്നാണ് കുത്തേറ്റത്. ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സന്തോഷ് മരിച്ചത്. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങളിൽ പ്രതികൾ സംഘമായി ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നതും ആക്രമണം നടക്കുന്നതിനിടെ ആളുകൾ ചിതറിയോടുന്നതും വ്യക്തമാണ്. രണ്ടു മാസം മുമ്പ് മൂർക്കനാട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ആനന്ദപുരം സ്വദേശി സഹിൽ, മൂർക്കനാട് സ്വദേശി പ്രജിത്ത്, കൊടകര സ്വദേശി മനോജ്, നെടുമ്പാൾ സ്വദേശി നിഖിൽ എന്നിവരെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം KSRTC ഡിപ്പോയിൽ യുവാവിന് സെക്യൂരിറ്റി ഗാർഡിന്റെ ക്രൂരമർദ്ദനം. ഞായറാഴ്ച രാത്രി ഡിപ്പോയിലെ അന്വേഷണ കൗണ്ടറിലെത്തിയ കൊല്ലം സ്വദേശി ഷാജിയെയാണ് ഗാർഡ് അജി ക്രൂരമായി മർദ്ദിച്ചത്. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. ആറ്റിങ്ങലിലേക്ക് പോകാൻ കൊല്ലം ഡിപ്പോയിലെത്തിയ ഷാജിമോൻ ബസിന്റെ സമയം ചോദിച്ചറിയാനാണ് ഡിപ്പോയിലെ അന്വേഷണ കൗണ്ടറിലെത്തിയത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ഗാർഡ് സുനിൽ ഷാജിയെ അസഭ്യം പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതിന് ഷാജിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ സമയത്ത് ഡിപ്പോ പരിസരത്തുണ്ടായിരുന്ന യുവാക്കളാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. മർദ്ദനത്തിൽ ഷാജിയുടെ വിരൽ ഒടിയുകയും തലയ്ക്കും ശരീരത്തിലും പരിക്കേറ്റതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. ഷാജിയുടെ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സുനിലിനെതിരെ കേസെടുത്തു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനും KSRTC മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ളവർക്കും ഷാജി പരാതി നൽകി. രാത്രി 12 മണിക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ ആറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടി കൊല്ലം ബസ് സ്റ്റാൻഡിലുണ്ട്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് സാർ ബസ് എത്ര മണിക്കാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇറങ്ങി വന്നിട്ട് അത് നിനക്ക് നോക്കിപ്പോക്കുണ്ട്. ഞാൻ പറഞ്ഞു സാറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനല്ലേ നീല ഷർട്ട് വിട്ടിട്ട് അപ്പോൾ അത് ചോദിക്കാൻ നീ ആരടാ മറ്റേ മോനെന്ന് ചോദിച്ചിട്ട് എന്നെ പിടിച്ച് തെള്ളുമായിരുന്നു. അപ്പോൾ ഞാനും അങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതിയിൽ ഞാൻ റോഡിലേക്ക് പോയി. അപ്പോൾ പുള്ളി പുറകിൽ വന്ന് ആദ്യം എൻ്റെ തലക്കടിക്കുമായിരുന്നു. തലക്കടിച്ചപ്പോൾ ഞാൻ ഇരുന്നു. പിന്നെ പുറത്തും കൈക്കും കാലിനും അതിക്രൂരമായിട്ട് ഇടിക്കുമായിരുന്നു. കൊല്ലം ഡിപ്പോയിലെ KSRTC ജീവനക്കാർക്കെതിരെ വ്യാപക പരാതി നേരത്തെയും ഉയർന്നിരുന്നു. യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്ന വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന് യാതൊരു വിലയും ജീവനക്കാർ നൽകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. തൃശൂർ കരുവന്നൂരിൽ ബസ്സിൽ നിന്നും വയോധികനെ കണ്ടക്ടർ പുറത്തേക്ക് തള്ളിയിട്ടു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എട്ടുമന സ്വദേശി പവിത്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട തൃശൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസ്സിൽ വെച്ചാണ് സംഭവം. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിൽ ആണ് സംഭവം നടക്കുന്നത്.
ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പുത്തൻകോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് തള്ളി താഴെയിടുകയായിരുന്നു. റോഡരികിലെ കല്ലിൽ തലയടിച്ചു വീണ പവിത്രന്റെ തല പിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിലിടിച്ചതായും പവിത്രന്റെ മകൻ പ്രണവ് പറഞ്ഞു. പവിത്രനെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്തോ ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ ഡോക്ടറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ 4 സ്റ്റിച്ച് ഉണ്ട്, സ്പൈനൽ കോഡിൽ ചതവുണ്ട്. അപ്പോൾ അതൊരു ഓപ്പറേഷന് വേണ്ടി വരും, അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോവും ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ. സംഭവം കണ്ട നാട്ടുകാർ കണ്ടക്ടറെ തടഞ്ഞുവെച്ച ഇരിങ്ങാലക്കുട പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി കണ്ടക്ടറെയും ബസ്സും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇടുക്കി കട്ടപ്പനയിൽ സ്ത്രീയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പരാതിയിൽ 16-കാരനെ കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പന കൊച്ചുതോവാള നിരപ്പേക്കട സ്വദേശി 30-കാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. യുവതിയും ഭർത്താവും മാത്രമാണ് വീട്ടിൽ താമസം. ഭർത്താവ് കട്ടപ്പനയിലെ ജോലി സ്ഥലത്തായതിനാൽ യുവതി തനിച്ചാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. മുഖത്ത് കണ്ണട വെച്ച് തുണികൊണ്ട് മുഖം മറച്ച നിലയിലായിരുന്നു അക്രമി. ചെറുത്തുനിന്ന യുവതിയെ കീഴ്പ്പെടുത്താനാകില്ലെന്ന് കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. ഞാൻ വീട്ടിൽ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാതിലിൽ തട്ടുന്ന വെച്ച കേട്ടു. അപ്പം ഞാൻ ഹസ്ബൻഡായിരിക്കും, ആ ഒരു സമയത്തൊക്കെ പുള്ളി വരുന്നത് കൊണ്ട് പുള്ളിയായിരിക്കും എന്ന് വിചാരിച്ച് കൂടുതൽ നോക്കുകയൊന്നും ചെയ്യാതെ ചെന്ന് വാതിൽ തുറന്നപ്പോഴേക്കും ഒരാൾ ഇങ്ങനെ നിൽക്കുക. ഞാൻ ആരാണെന്ന് ചോദിച്ചു തരുന്നതിന് മുന്നേ അയാളുടെ കയ്യിൽ മുളകൊടിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് വെച്ച് എൻ്റെ മുഖം അടച്ച് ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം ഞാൻ കൈ തട്ടി മാറ്റി ഞാൻ അലറി വിളിച്ചു. അപ്പോഴേക്കും പുള്ളി പിന്നെ എൻ്റെ മുഖം അടച്ച് എന്നെ വാ പൊത്താനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചു. പക്ഷേ ഞാൻ പുള്ളീനെ തള്ളി മാറ്റി പിന്നെയും കിടന്നുകൊണ്ട് അലറിയപ്പോഴത്തേക്ക് അയാൾ ഇറങ്ങി ഓടി. തുടർന്ന് ഇവർ ഭർത്താവിനെ വിവരമറിയിച്ചു. ഇരുവരും കട്ടപ്പന പോലീസിൽ പരാതി നൽകി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കൗമാരക്കാരനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കുറ്റം സമ്മതിച്ചു. എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി രക്ഷിതാക്കൾക്കൊപ്പം താൽക്കാലികമായി വിട്ടയച്ചു. ജുവനൈൽ ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും. പീഡന ശ്രമം, വീടിനുള്ളിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മലപ്പുറം കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി കോർട്ടേഴ്സിൽ താമസക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ സഹോദരങ്ങളായ 2 പേർക്ക് വെട്ടേറ്റു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റിപ്പുറം ഊരോത്ത് പള്ളിയാലിൽ ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോർട്ടേഴ്സിലെ താമസക്കാർ തമ്മിൽ കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി ആരംഭിച്ച തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ സഹോദരങ്ങളായ അറുമുഖൻ, മണി എന്നിവർക്കാണ് വെട്ടേറ്റത്. 3 പേർ ചേർന്നാണ് ഇവരെ ആക്രമിച്ചത്. അറുമുഖന് വാളുകൊണ്ട് ഇടതുതോളിൽ വെട്ടേറ്റു. മണിയെ 3 പേർ ചേർന്ന് മടലുകൊണ്ട് തലക്കടിക്കുകയും കത്തികൊണ്ട് വാരിയെല്ലിന് വെട്ടുകയും ചെയ്തതായാണ് പരാതി. പരിക്കേറ്റ ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതായത് ആ എൻ്റെ പെണ്ണുങ്ങൾ 3 മാസം പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ പെണ്ണുങ്ങളെ നേരെ അയാൾ വന്നപ്പോൾ ഞാൻ കയറി തടുത്തതാണ്. തടുത്തപ്പോൾ അയാൾ വീണു. ആ വീണ് കണ്ടപ്പോൾ എന്നെ കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി എല്ലാം ഒഴിഞ്ഞു വിട്ടു. എൻ്റെ കാരണോലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി. ഓന് വീട്ടിലേക്ക് പോയി. എൻ്റെ കാരണോല ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇയാൾ പോയി അവൻ്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പോൾ എൻ്റെ കാരണോല് പിന്നെയും കൂടി വന്നപ്പോൾ ഓന് മടലെത്തി അടിക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പുറത്തിറങ്ങി ചെന്നപ്പോൾ അയാൾ എന്നെ പിടിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളെടുത്തോണ്ട് വെട്ടി. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ്. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ നടന്ന സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പാനൂർ കൈവേലിക്കൽ മുളിയാന്തോട് വീടിന്റെ 2ാം നിലയിൽ ബോംബ് സ്ഫോടനം നടക്കുന്നത്.
സ്ഫോടനത്തിൽ പരിക്കേറ്റ 4 പേരെ ശബ്ദം കേട്ടോടിയെത്തിയ അയൽവാസികൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ ഇവരെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. കൈവേലിക്കൽ സ്വദേശി ഷെറിൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. പരിക്കേറ്റ വിനീഷിന്റെ നില ഗുരുതരമാണ്. അപകടത്തിൽ വിനീഷിന്റെ 2 കൈപ്പത്തികളും അറ്റിട്ടുണ്ട്. വിനോദ്, അശ്വന്ത് എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള മറ്റ് 2 പേർ. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്ന് പോലീസ് പറയുന്നു. സ്ഫോടനത്തെ തുടർന്ന് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. പരിക്കേറ്റ 4 പേരും പ്രാദേശിക CPM പ്രവർത്തകരാണ്. എന്നാൽ ഇവർക്ക് പാർട്ടി അംഗത്വം ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കി. ദിവസങ്ങൾക്ക് മുമ്പേ പാനൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരുന്നു. പാനൂർ CI പ്രേംസദന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ബോംബ് സ്ഫോടനമുണ്ടായ സാഹചര്യത്തിൽ ജില്ലയിൽ പരിശോധനകളും സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം. പാനൂരിലെ ബോംബ് സ്ഫോടനം ഗൗരവകരമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംഭവം നടക്കുന്നത്. സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നും K. സുധാകരൻ ആവശ്യപ്പെട്ടു. ഗൗരവതരമായി ഈ വിഷയത്തെ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് ഈ സംഭവം നടക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പിറകിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആർക്കാണ് ടാർഗറ്റ്, ആരെയാണ് ടാർഗറ്റ് ഇട്ടത് എന്നൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടുകൂടി ഉണ്ടാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം പോലീസ് കൈകാര്യം ചെയ്യണമെന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. വടകരയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPIM ആക്രമണത്തിനും കൊലപാതകത്തിനും കോപ്പുകൂട്ടുകയാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. CPIM ഇപ്പോഴും അക്രമം നിർത്തിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് പാനൂർ സംഭവമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ടീച്ചറെന്നും അമ്മ എന്നുമൊക്കെയുള്ള സ്നേഹത്തിന്റെ പര്യായമായ വാക്കുകൾ കൂട്ടി വിളിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവർ ഈ അക്രമത്തെ തള്ളിപ്പറയുന്നുണ്ടോ? അവർ തള്ളിപ്പറയുന്നില്ലെങ്കിൽ അവർ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് വേണം കരുതുവാൻ. അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരെ തള്ളിപ്പറയാൻ KK ശൈലജ തയ്യാറാവുന്നില്ലെങ്കിൽ ഈ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിന് അവരും പിന്തുണയ്ക്കുന്നു എന്ന് വേണം കരുതുവാൻ. ഇവിടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചമ്പടയിൽപ്പെട്ട 2 ആളുകൾക്കാണ് കൈപ്പറ്റി നഷ്ടപ്പെട്ടതും ഒരാൾ മരിക്കുകയും ചെയ്തത്. ഈ ചമ്പടയാണ് ഷാഫി പറമ്പിൽ മരുതോങ്കരയിലെ ജാനകിക്കാട് അമ്പലത്തിൽ അവിടെ പ്രചരണത്തിൽ പോയപ്പോൾ തടഞ്ഞു വെക്കുകയും അവഹേളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തത്. പാനൂർ, കൂത്തുപറമ്പ്, നാദാപുരം മേഖലയിലെ മുഴുവൻ CPM ഓഫീസുകളും റെയ്ഡ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതേസമയം പാനൂർ സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് CPIM നേതൃത്വം വ്യക്തമാക്കി. മരിച്ച ഷെറിൻ, പരിക്കേറ്റ വിനീഷ് എന്നിവർ CPIM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടവരാണെന്ന് പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള പറഞ്ഞു. പ്രതികളായ ഘട്ടത്തിൽ തന്നെ ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാനൂർ സ്ഫോടനത്തിലൂടെ CPIM ആരെയാണ് ലക്ഷ്യമിട്ടതെന്നും ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഉപകരണമാവുകയെന്ന് CPIM വ്യക്തമാക്കണമെന്നും വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. ഇത്രയൊക്കെ പുരോഗമനം പ്രസംഗിക്കുമ്പോഴും CPM വാളും കടാരയും ബോംബും ഉപേക്ഷിച്ച ഒരു രാഷ്ട്രീയത്തിന് ഈ 2024 തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും. ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് FIR ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. CPIMന്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ബോംബ്? ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? പോസ്റ്ററോ, കൊടിയോ, ഫ്ലെക്സോ, അനൗൺസ്മെന്റോ, സ്റ്റേജോ, സമ്മേളനമോ, പൊതുയോഗമോ, പദയാത്രയോ, റോഡ് ഷോയോ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം. ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം. എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പട മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം. പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയുന്നു. ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുമായി വടകര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് ബന്ധമുണ്ടെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കുറ്റപ്പെടുത്തി. ये तो CPM की बॉम्ब फैक्ट्री है. आज एक्सीडेंट हुआ इसलिए बात आई सामने, और उसमें जो एक जिसने बॉम्ब बनाकर जख्मी हुआ है, जो बॉम्ब बना रहा था, वो बॉम्ब मेकर CPM के वडगरा कैंडिडेट शैलजा के साथ खड़ा है, यह हमारी जानकारी है. हम ये देंगे चुनाव आयोग को और उनको ज़्यादा
इत्यादि कदम लेने के लिए उनको दरख्वास्त करेंगे। ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. അശാന്തിയുടെ ദിനങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻകൈയെടുക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സമൂഹ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും വാർത്തകൾ ഇല്ലാത്ത ദിനങ്ങളാവട്ടെ ഇനിയുള്ളതെന്ന് പ്രത്യാശിക്കുന്നതിനോടൊപ്പം സാക്ഷര സമ്പന്ന കേരളത്തിനാകെ അപമാനമായി മാറുന്ന അരുംകൊലയാളികൾക്കും ആക്രമണകാരികൾക്കും നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഉപയോഗിച്ച് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന പ്രതീക്ഷയോടെ പോലീസ് ബീറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.